നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എപ്പോഴും ജനങ്ങൾക്ക് ഇരുട്ടടിയായി മാറുന്നതാണ് പെട്രോൾ ഡീസൽ വില വർധനവെന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ പലയിടത്തും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പെട്രോൾ ഡീസൽ വില വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. എന്നാൽ അത് അച്ചട്ടായി തന്നെ ഫലിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് നടപ്പിലാക്കുമെന്ന് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോൾ ലിറ്ററിന് 3 രൂപയും ഡീസലിന് ലിറ്ററിന് 3.5 രൂപയുമാണ് കൂടിയിരിക്കുന്നത്. പെട്രോൾ നികുതിയിൽ 3.9% വർധനവ് വരുത്തിയപ്പോൾ ഡീസലിൻ്റേത് 4.1% വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ പുതിയ വില ഇന്നു മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ധനവില വർധനവ് സംസ്ഥാനത്ത് നിലവിൽ വരുന്നതായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിൽപ്പന നികുതി പെട്രോളിന് നേരത്തെ 25.92% അതാണ് 4% വർദ്ധിപ്പിച്ച് 29.84% ഡീസലിന് 14.3% നികുതി ഇപ്പോൾ 18.4% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തലസ്ഥാനമായ ബംഗളൂരുവിൽ 1 ലിറ്റർ പെട്രോളിന് 102.84 രൂപയാണ് പുതിയ നിരക്ക്. നേരത്തെ ഇത് 99 രൂപ 84 പൈസയായിരുന്നു. ഡീസലിന് മുൻപത്തെ നിരക്കെന്ന് പറയുന്നത് 85 രൂപ 93 പൈസയായിരുന്നു. പക്ഷേ ഇപ്പോൾ വർധനവ് വന്നപ്പോൾ അത് 88 രൂപ 95 പൈസയായി ഉയരുകയും ചെയ്തു. വില വർധനവ് ജനങ്ങൾക്ക് വലിയ ക്ഷീണം തന്നെയാണ്. കൂടുതൽ ഭാരമുണ്ടാക്കുമെന്നും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇരുട്ടടിയായി മാറിപ്പോയി എന്നത് തന്നെയാണ് പൊതുജനങ്ങൾ പ്രതികരിക്കുന്നത്. സംസ്ഥാനത്തിന് അധിക വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ നികുതി വർധനവിലൂടെ കർണാടക സർക്കാർ നോക്കിക്കാണുന്നത്. കർണാടക ധനവകുപ്പിൻ്റെ ശുപാർശ അനുസരിച്ച് തന്നെയാണ് നികുതി വർദ്ധിപ്പിക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പെട്രോൾ വില വർധനവോടെ അവശ്യ സാധനങ്ങളുടെ വില കൂടി കുതിച്ചുയരുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. കേന്ദ്ര സർക്കാർ പെട്രോൾ വില വർദ്ധിപ്പിക്കുമ്പോൾ സമരം ചെയ്യുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് വില വർദ്ധിച്ചത് BJPക്ക് വലിയൊരു ആയുധമായി തന്നെയാണ് മാറിയിരിക്കുന്നത്. BJPയും ശക്തമായ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് പ്രകടമാക്കുന്നത്. ജനങ്ങളെ കോൺഗ്രസ് വഞ്ചിക്കുന്നുവെന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. എന്നാൽ കർണാടകയിൽ പെട്രോൾ ഡീസൽ വില വർധനവുണ്ടായെങ്കിൽ അത് കേരളത്തിലും പരോക്ഷമായി ബാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബംഗളൂരു നഗരത്തിലടക്കം നിരവധി മലയാളികളാണ് താമസമാക്കിയിരിക്കുന്നത്, ജോലിക്കും മറ്റുമായി എത്തിയിരിക്കുന്നത്. അവരൊക്കെ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് വില വർധനവ് അവരെയും വലിയ തോതിൽ തന്നെ ബാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വർഷം ആദ്യം കേന്ദ്ര സർക്കാർ രാജ്യത്തെ പെട്രോൾ വില കുറയ്ക്കുന്ന ഒരു നടപടി സ്വീകരിച്ചിരുന്നു. 2 രൂപയാണ് ലിറ്ററിന് കുറച്ചത്. 2022 ശേഷം ആദ്യമായിട്ടാണ് രാജ്യവ്യാപകമായി തന്നെ ഇത്രയധികം വിലക്കുറവ് ഉണ്ടായത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.